എനിക്കറിയില്ല ആൾക്കാർ എന്തിനാ ആവശ്യമില്ലാണ് ഒരു പടമൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നത്. പുറത്തു പോവാ നമുക്ക്. ചെരുപ്പ് എവിടെയാ? ബൂബുന്റെ ചെരുപ്പ് എവിടെ? ആ ചെരുപ്പ് എടുത്തിട്ട് വാ. ബൂബുന്റെ ചെരുപ്പ് പിങ്ക്. ആ ഗുഡ് ജോബ്. ഒരെണ്ണമല്ലല്ലോ. മറ്റേ ചെരുപ്പ് എവിടെ? വേറെ ചെരുപ്പ് എവിടെ? 2. ആ മറ്റേ ചെരുപ്പ് ചേച്ചി എടുത്ത് തന്നെ. ആ ചെരുപ്പിടാ കേട്ടോ. പോവാ നമുക്ക്. എവിടെ പോവാ പെക്കി നമ്മള്? സിനിമയ്ക്ക് ഏത് സിനിമയ്ക്കാ? ഏത് സിനിമയ്ക്കാ? സൂപ്പർമാൻ എന്നൊക്കെ പറയുന്നില്ല. അതെ, ഞങ്ങൾ സൂപ്പർ ഹീറോന്റെ സിനിമ കാണാൻ പോവാണ്. ജയ് ഗണേഷ്. ഓക്കേ യാ ലെറ്റ്സ് ഗോ ബൂബു. ലെറ്റ്സ് ഗോ. ഹൈ. സോ അപ്പം നമ്മൾ ഇതിനു മുന്നേ ഇവളുമാർ രണ്ടുപേരെയും കൊണ്ട് പോയി കണ്ടത് മലൈക്കോട്ടെ വാലിബനാണ്. അത് പക്ഷെ നമ്മൾ VIP തിയേറ്ററിലാണ് കണ്ടത്, സെൻട്രൽ സ്ക്വയർ മോളിൽ. അപ്പോൾ അത് ബെഡൊക്കെ ആയത് കാരണം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ബൂബുവിനെ കൊണ്ട് നമ്മൾ ചെറുതായിരുന്നപ്പോൾ സിനിമയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ബൂബു ഉറങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അത്ര ഓക്കെ അല്ല തിയേറ്ററിൽ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാറില്ല. മഞ്ഞുമൽ ബോയ്സിന് കൊണ്ടുപോയിട്ട് എനിക്ക് ഒട്ടും കാണാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമുക്ക് സിനിമയ്ക്ക് പോകണം അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി ഞങ്ങൾ കൊണ്ടുപോവാണ്. അപ്പം ഇന്നെങ്ങനെയാകും എന്നറിയത്തില്ല, നോക്കാം. എന്താണ് ചേട്ടന് പറയാനുള്ളത്? അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന പടം ജയ് ഗണേഷ്. ജയ് ഗണേഷ് നമുക്ക് പിള്ളേരായിട്ട് പോയി കാണാൻ പറ്റുന്ന ത്രില്ലറായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം അല്ലേ? കാരണം ബ്ലഡ് ഷെഡ് ഒന്നും ഇല്ലാത്തൊരു ത്രില്ലർ അതെങ്ങനെയായിരിക്കും? അതെ, വയലൻസ് ഇല്ലാത്ത ത്രില്ലർ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്ക് ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകാനാണ് താല്പര്യം. അപ്പോൾ ചേട്ടൻ പറയുന്നത് താല്പര്യം ഇല്ല എന്നല്ല, അത് കാണും. കാണും എന്തായാലും. എനിക്കിപ്പോൾ ഇത് കാണാനാണ്. കാരണം പിള്ളേരായിട്ടൊരു പടം കാണാൻ പോകണമെന്നുണ്ട്. പിന്നെ മറ്റേത് വയ്യാലും കാണാം. യെസ്. അപ്പോൾ ഈ സിനിമയും ഞങ്ങൾ ഞങ്ങളുടെ ഹോം തിയേറ്ററായ സെൻട്രൽ ടാക്കീസിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ്. ഞങ്ങൾക്ക് ഈ ദൂരത്തൊന്നും ട്രാവൽ ചെയ്ത് പോയി സിനിമ കാണാൻ താല്പര്യമില്ല. ഇപ്പം വേറെ ലുലുവിലോ അല്ലെങ്കിൽ മോൾസിലൊന്നും അങ്ങനെ പോകാറില്ല. നമ്മൾ സ്ഥിരം ഇവിടെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ വരുന്നത് വർക്കിംഗ് ഡേയ്സിലായിരിക്കും, ഓഫ് ടൈമിലായിരിക്കും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബുക്കിംഗ് കാശൊന്നും ഞങ്ങൾ കളയാറില്ല. ലൈവായിട്ടൊന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുവാണ്. ആ പൈസ നമുക്ക് വല്ല സ്നാക്സൊക്കെ വാങ്ങിക്കാൻ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഹാഫ് ടൈം ആയപ്പോഴേക്കും നമ്മുടെ ബൂബു നല്ല ഉറക്കമായി. ഞാനൊരു കുപ്പിയിൽ പാലും ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഉണർത്തുന്ന സമയത്ത് വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളിക്കാരി അതിലോട്ടൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. സിനിമ കഴിഞ്ഞു. ആ ഹാഫ് ടൈമിൽ ഉറങ്ങിയ ഉറക്കം സിനിമ തീരുന്നവരെ ഉറങ്ങിയോണ്ട് എനിക്ക് നന്നായിട്ട് സിനിമ കാണാൻ പറ്റി. സിനിമ കണ്ടോ നീ? സിനിമ കണ്ടോ നീ? സിനിമ എങ്ങനെയുണ്ടായി? സൂപ്പറാണോ? താൻ ഉദ്ദേശിച്ച പോലത്തെ സൂപ്പർ ഹീറോ ആണോ? താൻ ഉദ്ദേശിച്ച പോലത്തെ സൂപ്പർ ഹീറോ പടമാണോ? ആണോ? അയാൾക്ക് മനസ്സിലായില്ല. കേട്ടെ, അങ്ങനെ പടം നല്ല സിനിമയാണ്. എല്ലാവരും വിചാരിക്കും നമ്മൾ എല്ലാ പടത്തും നല്ല സിനിമയാണെന്ന് പറയുകയാണെന്ന്. പക്ഷെ ഐ ഡോണ്ട് നോ. ഇപ്പം 3 സിനിമ റിലീസായതിൽ 2 ഇനി ഒരു സിനിമയും കൂടെ കാണാനുണ്ട്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ 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 നല്ല സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇവളുമാരായിട്ട് വന്നെങ്കിലും ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ മിസ്സാവുന്നു. പക്ഷെ ഹാഫ് ടൈമിനുള്ള ഉറങ്ങി. സിനിമ ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഹാഫ് ടൈം കൂടെ അടുക്കുമ്പോഴാണ്. അതെ അതെ. അപ്പോൾ ഉണ്ണിമുകുന്ദന്റെ ഒരു കിടിലൻ പടം, നല്ല സിനിമ. സന്തോഷക്കണ്ണിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്കും ഉണ്ടായിരുന്നു. അതെ, കുറച്ച് അച്ഛൻ മകൻ മൊമെന്റ്സ് ഉണ്ടാക്കില്ല. സോ അതെന്ന് വെച്ചാൽ എനിക്ക് കണക്ട് ആയെന്ന് വെച്ചാൽ അവൻ വിഷമം വരുമ്പം ഇമ്മീഡിയറ്റ്ലി ഹി കോൾസ് ഹിസ് ഫാദർ. സോ അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. വീട്ടിലാണെങ്കിലും എന്തൊരു പോയിന്റിൽ അവർ ബ്രേക്ക് ആയാലും ഫസ്റ്റ് വിളിക്കുന്നത് നമ്മളെ ആയിരിക്കണം. രാധ തന്നെ ഒന്ന് ഫ്രണ്ടിനെ വിളിക്കാമെന്നോ അല്ലെങ്കിൽ കസിനെ വിളിക്കാമെന്നോ സിസ്റ്ററിനെ വിളിക്കാമെന്നൊക്കെ തോന്നാതെ അച്ഛനെ അമ്മയെ വിളിച്ച് ആ വിഷമം ഷെയർ ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഉണ്ണിമുകുന്ദൻ അതിങ്ങനെ അവൻ്റെ അച്ഛനെ വിളിച്ച് പറയുമ്പം ഐ വാസ് ടെല്ലിങ് ചേട്ടൻ്റെ അടുത്ത് ഇതുപോലെ. അതും പിന്നെ ലാസ്റ്റ് ഒരു ചെറിയൊരു മൊമെന്റ് ഉണ്ട് അച്ഛൻ മോന്റെ. അതെനിക്ക് ഭയങ്കര കണക്ട് ആയി. മാത്രമല്ല അവസാനം ഒരു വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രക്ക് കാരണം അത് കുറേ ഡീഗ്രേഡിങ് സംഭവിക്കും പടത്തിനെ ചൊല്ലിയുണ്ട്. കാരണം ഈ ജയ് ഗണേശിന്റെ പേര് എനിക്കറിയില്ല ആൾക്കാർ എന്തിനാ ആവശ്യമില്ലാണ് ഒരു പടമൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല പടം കാണാൻ.
ഐ മീൻ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആ ഡീഗ്രേഡ് ചെയ്തപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് വന്ന് കാണും. ഫസ്റ്റ് കാണുന്നത് ഞാൻ പറഞ്ഞ പടം. അതെ അതെ അതെ, ജയ് ഗണേഷ് ആദ്യം കാണണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആവേശവും. അതുകൊണ്ട് വന്ന് കണ്ട്. പക്ഷെ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചേക്കാനും നല്ല ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ഗുഡാണ്. ഫീൽ ഗുഡ് പടമാണ്, നല്ലൊരു സിനിമയാണ്. അതിപ്പം പലവരും ഉണ്ണി മുകുന്ദൻ അല്ലെങ്കിൽ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് കാണണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നോ, ഉണ്ണി മുകുന്ദൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഉണ്ണി മുകുന്ദൻ ഈസ് ഓൾസോ എ ഹീറോ. വൈ നമ്മള് നമുക്ക് വിചാരിക്കുന്ന ഹീറോസിന്റെ പടം മാത്രമേ കാണത്തുള്ളൂ എന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് അല്ലേ? നല്ല പടം കാണാം, നല്ല സിനിമ. എക്സാക്ട്ലി. എനിവേസ് നല്ലൊരു അറ്റംപ്റ്റ്, നല്ലൊരു സിനിമ. സോ ഡു വാച്ച്. ബാക്കി സിനിമകളിൽ ഈ സിനിമ മുങ്ങി പോകാണ്ടിരിക്കട്ടെ. അതെ. ഓക്കെ, ബൈ.